കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിനക്കയാള് സൽഗുണ സമ്പന്നനും സ്നേഹനിധിയുമായ ചേട്ടനും ഒക്കെ ആയിരിക്കാം. ജയൻ അയാള് പുന്നാര അളിയനും ആയിരിക്കാം. പക്ഷേ എനിക്കയാള് വെറുക്കപ്പെട്ടവനാ. സ്നേഹം നടിച്ച് എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച ചതിയനാ നിന്റെ ആങ്ങള. അയാളെ കുറിച്ച് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും എന്റെ മനസ്സിൽ എനിക്ക് അയാളോട് തോന്നിയ വെറുപ്പ് ഒരിക്കലും മാറില്ല. ഞങ്ങള് പ്രസയെ ന്യായീകരിക്കാൻ വന്നതല്ല ദുർഗേച്ചി. പ്രസ ഇപ്പൊ ചേച്ചിയോടും ഈ കുടുംബത്തോടും കാണിക്കുന്ന പ്രവൃത്തികളോടും എനിക്കും ഇവൾക്കും തീരെ യോജിപ്പില്ല. പ്രസ ഇപ്പൊ ചെയ്യുന്നത് തീർത്തും മര്യാദകേട് തന്നെയാണെന്ന ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങളിതൊക്കെ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരുന്ന് പറയും. അയാളെ കാണുമ്പോ നിങ്ങൾ അയാളുടെ പക്ഷം ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തും. എല്ലാവരുടെ കണ്ണിലും ഞാനാണല്ലോ കുറ്റക്കാരി. ചേച്ചി ചേച്ചി എങ്ങനെ കുറ്റക്കാരിയാവും? എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെയുള്ള വഴക്കും പിണക്കും അല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അങ്ങനെയുള്ള കലഹങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികം. ഞാനും ചേട്ടനും തമ്മിൽ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവാറുണ്ട്. പക്ഷെ അത് പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നാടൊട്ടുക്കും അറിഞ്ഞല്ലോ. എന്റെ ഭർത്താവ് വേറൊരുത്തിയുമായിട്ട് ബന്ധത്തിലായിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കഴിവുകേടായിട്ട് സമൂഹം വിലയിരുത്തും? അത് എന്റെ കഴിവുകേടായിട്ട് ആൾക്കാര് പറയും. അവള് കൊള്ളാത്തത് കൊണ്ട് അയാള് കൊള്ളാവുന്ന വേറൊരാളെ തേടി പോയി. അപ്പോഴും എനിക്ക് തന്നെയാ കുറ്റം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും ജീവിതം നശിച്ചു. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ പേരുദോഷമൊക്കെ. ചേച്ചി ഇങ്ങനെ നിരാശപ്പെടരുത്. ജീവിതം നശിച്ചിട്ടൊന്നുമില്ല. നശിച്ചു എന്നാരാ പറഞ്ഞേ? താലി കെട്ടിയ ഭർത്താവ് ആ താലിക്ക് പോലും ഒരു വിലയും കൊടുക്കാതെ എന്നെ ഉപേക്ഷിച്ചു പോയി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ തന്നെ വിധവയായ അവസ്ഥയിലാ ഞാനിപ്പോ. പിന്നെ എനിക്ക് എന്ത് ജീവിതം? പ്രസാദേട്ടൻ ചേച്ചി ഉപേക്ഷിച്ച് എവിടെയും പോവില്ല. പോയതുപോലെ തന്നെ തിരിച്ചു വരും. അങ്ങനെയൊക്കെ കരുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് ആ പ്രതീക്ഷയില്ല. അയാൾക്ക് എന്നെക്കാളും വലുതാണ് അവളെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവളെ ഫോണിൽ കിട്ടാത്തപ്പോ അയാൾക്കുണ്ടായ പരവേശമൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. വേണ്ട, ഇനി അയാള് വരണ്ട. അയാളെ കാത്തിരിക്കാനും ഞാൻ തയ്യാറല്ല. അയാൾക്ക് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ ഞാൻ അയാളെ ഇന്നലെ വേണ്ടെന്ന് വെച്ചു. ചേച്ചിക്ക് അതിന് സാധിക്കുമോ? പ്രസാദേട്ടനെ വേണ്ടെന്ന് വെക്കാൻ ദുർഗേച്ചിക്ക് സാധിക്കുമോ? നെഞ്ചിൽ കൈവച്ച് ചേച്ചിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. പ്രസാദേട്ടനില്ലാതെ ദുർഗേച്ചിക്ക് ഒരു ജീവിതം ഇല്ല. അങ്ങനെ ജീവിക്കാൻ ചേച്ചിക്കാവില്ല. അഥവാ ജീവിച്ചാലും അത് മരണതുല്യമായൊരു ജീവിതമായിരിക്കും. ചേച്ചിയുടെ ഉള്ളു നിറയെ പ്രസാദേട്ടനോടുള്ള സ്നേഹമാണ്. ഈ ജന്മം മുഴുവൻ പ്രസാദേട്ടനെ സ്നേഹിച്ചാലും ചേച്ചിക്ക് മതിയാവില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? അതല്ലേ സത്യം? പ്രസാദേട്ടനൊരു ജലദോഷപ്പനി വന്ന പൊള്ളുന്ന മനസ്സാ ദുർഗേച്ചിയുടേത്. ദുർഗേച്ചിക്ക് പ്രസാദേട്ടനോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ അത് എനിക്ക് മാത്രമേ അറിയൂ. പക്ഷേ ദുർഗേച്ചിക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അതാ ചേച്ചിയുടെ കുഴപ്പം. നീ പറഞ്ഞത് ശരിയാ പ്രിയ.
ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് പ്രസാദേട്ടനെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ പ്രസാദേട്ടൻ അത് തിരിച്ചറിയുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്നെ അവഗണിച്ച് പ്രസാദേട്ടൻ അവൾക്കൊപ്പം പോയത്. ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവൾക്ക് പ്രസാദേട്ടനെ സ്നേഹിക്കാൻ കഴിയുമോ? ഇല്ല, അവൾക്കെന്നല്ല, ഈ ലോകത്ത് വേറെ ഒരു പെണ്ണിനും ഞാൻ സ്നേഹിക്കുന്നത് പോലെ പ്രസാദേട്ടനെ സ്നേഹിക്കാനാവില്ല. പിന്നെ നീ പറഞ്ഞത് ശരിയാ. എനിക്ക് എന്റെ ഉള്ളിലെ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല. കുട്ടിക്കാലം മുതൽക്കേ എന്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. ചെറിയ കാര്യം മതി, പെട്ടെന്ന് ഇമോഷണൽ ആവും, പൊട്ടിത്തെറിക്കും. കാര്യമില്ലാത്ത കാര്യത്തിന് പോലും നിയന്ത്രണം വിട്ട് ദേഷ്യപ്പെടും. അതൊക്കെ കുറച്ചു നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാ ഞാൻ വീണ്ടും പഴയ പോലെ ആവും. അതെന്റെ കുഴപ്പം തന്നെയാ. വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും എന്റെ ആ സ്വഭാവത്തിൽ മാറ്റം വരാത്തത് പ്രസാദേട്ടനെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പ്രസാദേട്ടന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ എന്നെ ഉപേക്ഷിച്ചു പോയേനെ. അതും എനിക്കറിയാം. പാവം പ്രസാദേട്ടൻ എനിക്ക് വേണ്ടി ഒത്തിരി ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. സഹിച്ച് സഹി കെട്ടിട്ടാവും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോയത്. പിന്നെ ഞാൻ ഒത്തിരി പൊസസീവാ. പ്രസാദേട്ടന്റെ സ്നേഹം മുഴുവനായിട്ടും എനിക്ക് വേണം. പ്രസാദേട്ടൻ എന്ത് ചെയ്താലും എവിടെ പോയാലും ഞാൻ അറിയണം. പ്രസാദേട്ടൻ തിരക്കുള്ള പോലീസ് ഓഫീസറല്ലേ? അതുപോലും മറന്ന് എന്റെ സ്വാർത്ഥമായ സ്നേഹം കാരണം ഞാൻ അദ്ദേഹത്തെ ധാരാളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചിലപ്പോ അതും ഒരു കാരണമായിരിക്കും. ഇപ്പൊ തോന്നുന്നു എല്ലാം എന്റെ തെറ്റ് തന്നെയാണെന്ന്. ചേച്ചി, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. പ്രസ വരും ചേച്ചി. പ്രസയ്ക്ക് ഒരിക്കലും ചേച്ചിയെ വെറുക്കാനാവില്ല. ചേച്ചിയെ മറന്ന് മറ്റൊരാളുമായി ഒരു ബന്ധവും സ്ഥാപിക്കാനും ആവില്ല. അത് എനിക്ക് നന്നായിട്ടറിയാം. ചേച്ചി ഇപ്പൊ വിഷമിച്ചിരിക്കുന്നത് പോലെ തന്നെ ഏട്ടനും എവിടെയോ ഇരുന്ന് ചേച്ചി ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ചേച്ചി ഒന്ന് വിളിച്ചാ മതി, പ്രസാദേട്ടൻ ഉടനെ ഇവിടെ വരും. ഏട്ടനിപ്പോ ചേച്ചി വിളിക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. ദുർഗേച്ചി, പ്രസാദേട്ടനെ ഒന്ന് വിളിക്ക്. ഒന്ന് വിളിക്കുക ചേച്ചി. ദുർഗേച്ചി, ചേച്ചി വിളിച്ച്. ഒന്നും ചിന്തിക്കണ്ട, വിളിച്ചാ മതി. ഏട്ടൻ അറ്റൻഡ് ചെയ്യും. ചേച്ചി വിളിക്ക്. ഫോൺ സ്വിച്ച്ഡ് ഓഫ്. ഹലോ മോളെ. ലേഖമേ, ഇപ്പൊ എങ്ങനെയുണ്ട്? റിലാക്സ് ആയോ? ഞാൻ വല്ലാത്ത ടെൻഷനിലായിരുന്നു മോളെ. വേണ്ടാത്ത ചിന്തകളായിരുന്നു മനസ്സിൽ നിറയെ. സൊസൈറ്റിയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ആത്മഹത്യ ചെയ്താലോന്ന് വരെ ഇടയ്ക്ക് ചിന്തിച്ചുപോയി. ലേഖമ്മ ബോൾഡായ ഒരു ലേഡിയല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ?
ഇപ്പൊ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. പ്രസാദ് വന്നപ്പോ ഞാൻ ആകെ കൂളായി. എന്റെ വിഷമങ്ങളൊക്കെ പ്രസാദ് മാറ്റിയെടുത്തു. ഞാനിപ്പോ വീണ്ടും പഴയ ലേഖ. വെരി ഗുഡ്. മോളുടെ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല ലേഖമേ. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. ഉം. ആ, അതെ, അച്ഛനിപ്പോ അടുത്തുണ്ടോ അമ്മേ? ഉണ്ട്. കൊടുക്കണോ? ആ, ഒന്ന് കൊടുക്കോ. പ്രസാദ്, പ്രസാദ്. പ്രസാദ് ഇപ്പൊ വരും മോളെ. ഉം. തുളസിയാ. മോളെ, അവിടെ പോയിട്ട് എന്നൊന്നും വിളിച്ചില്ലല്ലോ അച്ഛൻ. ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫും. അതാ ലേഖമ്മയുടെ നമ്പറിൽ ഞാൻ വിളിച്ചേ. ഫോൺ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന. കുറച്ചു ദിവസം ആരുടെയും ശല്യം വേണ്ടെന്ന് വെച്ചു. എന്റെയും നീ എനിക്കൊരു ശല്യമാണെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യാം മോളെ. ഞാനും അച്ഛനെ വല്ലാതെ മിസ് ചെയ്യാ. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല മോളെ. മോൾക്ക് എന്നോട് സംസാരിക്കാൻ തോന്നുമ്പോ ലേഖയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതിൽ സംസാരിക്കാലോ. ശരി. ആ, പറ മോളെ, അവിടെ എന്തൊക്കെയാ വിശേഷം? ഇവിടെ ദുർഗാമ്മ വലിയ വിഷമത്തിലാ അച്ഛാ. ദുർഗാമ്മയ്ക്ക് ഇപ്പൊ അച്ഛനോട് പിണക്കൊന്നും ഇല്ലെന്നും അച്ഛനോട് ക്ഷമിക്കാൻ തയ്യാറാണെന്നും ഒക്കെ പ്രിയാമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. ദുർഗാമ്മ ആകെ മാറിയെന്ന എനിക്കും തോന്നുന്നേ. ദുർഗയല്ലേ, അവൾ ഇതും പറയും ഇതിനപ്പുറവും പറയും. ഇതൊക്കെ അവളുടെ അഭിനയ മോളെ. നീ ഇതൊന്നും വിശ്വസിക്കരുത്. പിന്നെ ഞാൻ ലേഖയുടെ ഒപ്പമാണെന്ന് മോൾ അവിടെ ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഞാൻ പിന്നെ വിളിക്കാം. തുളസിയോടെ നിന്നേ. നീ അച്ഛനോടല്ലേ സംസാരിച്ചത്? അല്ല, ഞാൻ അച്ഛനോടാ സംസാരിച്ചതെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ സംസാരിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരിയോടാ. കള്ളം പറയരുത്. നീ സംസാരിച്ചത് കൂട്ടുകാരോടല്ല. ആണ്. അല്ല അല്ല അല്ല, നീ സംസാരിച്ചത് അച്ഛനോട് തന്നെയാ. അമ്മയുടെ കാര്യങ്ങൾ നീ അച്ഛനെ വിളിച്ച് പറയായിരുന്നു. അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ തന്നെ നിന്നെ എന്തിനാ വിശ്വസിപ്പിക്കുന്നേ? നീ ഈ സംശയം വെച്ചോണ്ട് ഇവിടെ നിൽക്ക. നിന്റെ സംശയം തീർക്കാനുള്ള നേരമൊന്നും എനിക്കില്ല. പ്രസാദേട്ടൻ ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാ നമ്മൾ എങ്ങനെ പ്രസാദേട്ടനെ കോണ്ടാക്ട് ചെയ്യും? ദുർഗേച്ചിയുടെ സങ്കടം നമ്മൾ എങ്ങനെ ഏട്ടനെ അറിയിക്കുന്നത്? ദുർഗേച്ചി വിഷമത്തിലാണെന്ന് ഏട്ടനെ ബോധ്യപ്പെടുത്തണ്ടേ? പ്രസയ്ക്ക് അങ്ങനെ അധിക നേരമൊന്നും ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. പ്രസ അത് ഓൺ ചെയ്യും. നമുക്കിടയ്ക്കിടയ്ക്ക് അതിലേക്കൊന്ന് വിളിച്ചു നോക്കാം. നമ്മുടെ നമ്പർ കണ്ട പ്രസ ഏതായാലും ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കില്ല. നീ സമാധാനായിട്ടിരിക്കെ. ഏതെങ്കിലും തരത്തിൽ ഇന്ന് എന്നെ പ്രസയെ കോണ്ടാക്ട് ചെയ്യാം. ആദി, എന്താടാ, എന്താ മുഖത്തൊരു വിഷമം? പറയും മോനെ, എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നീയും തുളസിയും തമ്മിൽ വീണ്ടും വഴക്കായോ? എന്താടാ കാരണം? എന്തിനാ നീ മോളും തമ്മിൽ വഴക്കുണ്ടായേ? അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കം തീർക്കാനല്ലേ നമ്മൾ എല്ലാരും ശ്രമിക്കുന്നത്. പക്ഷെ തുളസിക്ക് അതിൽ യാതൊരു താല്പര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അവൾ ഒറ്റുകാരിയാ, ഒറ്റുകാരി. നമ്മൾ അറിയുന്ന തുളസി അല്ല അവളിപ്പോ. ഒറ്റുകാരിയോ? ഛേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ദേ, എന്താണെന്ന് വെച്ചാ തെളിച്ചു പറയാം അങ്ങോട്ട്.
ഞാൻ നോക്കുമ്പോൾ തുളസി ആരോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഞാനത് ശ്രദ്ധിച്ചു. പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്ന അവള് കണ്ടില്ല. കേട്ടിട്ട് അവൾ അച്ഛനോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. തോന്നലൊന്നുമല്ല, അവൾ അച്ഛനോട് തന്നെയാ സംസാരിച്ചത്. എന്നിട്ട് ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് അവള് കോള് കട്ട് ചെയ്തത്. അപ്പോൾ അവള് സംസാരിച്ച അച്ഛനോട് തന്നെ ആയിരിക്കണം അല്ലേ? ആണ്. അച്ഛൻ എവിടെയോ ഇരുന്ന് തുളസിയോട് സംസാരിച്ചു. എന്നിട്ടത് നമ്മളെ അറിയിക്കരുതെന്ന് തുളസിയോട് പറയുകയും ചെയ്തു. അതാണെങ്കിൽ അവൾ സമ്മതിക്കുകയും ചെയ്തു. അതാമ്മേ ഞാൻ കേട്ടത്. എന്നിട്ട് അവളോട് നീ അത് ചോദിച്ചില്ലേ? ചോദിച്ചു. അച്ഛനോടല്ലേ സംസാരിച്ചെന്ന് ഞാൻ ചോദിച്ചു. അവള് സമ്മതിച്ചില്ല. അവള് സംസാരിച്ചത് അവളുടെ ഏതോ കൂട്ടുകാരോടാണ് പോലും. എനിക്ക് അതിൽ യാതൊരു വിശ്വാസം തോന്നിയില്ല. ഞാൻ എന്നിട്ട് അവളെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ ആദ്യം പറഞ്ഞാൽ തന്നെ അവൾ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ അവസാനം ഞാൻ അവളും തമ്മിൽ ഉടക്കായി. എന്താ പ്രസയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. കുറച്ചു മുമ്പ് ഞങ്ങൾ ദുർഗേച്ചെ കൊണ്ട് പ്രസയുടെ ഫോണിലേക്ക് വിളിപ്പിച്ചിരുന്നു. കിട്ടിയില്ല. അച്ഛൻ്റെ നമ്പറിൽ കിട്ടിയില്ലെങ്കിലും അവരുടെ നമ്പറിൽ വിളിക്കാമല്ലോ. ആ നമ്പർ തുളസിക്ക് അറിയാം. അച്ഛൻ ആ സ്ത്രീയുടെ ഒപ്പം തന്നെ കാണും. അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോ തുളസി അവരുടെ നമ്പറിലേക്ക് വിളിച്ചു. ആ ഫോണിൽ അച്ഛനോട് സംസാരിച്ചു. അത് ശരിയായിരിക്കും. എന്തായാലും തുളസി കാണിക്കുന്നത് ശരിയായ നടപടിയല്ല. ഞങ്ങൾ അവളെ ഒന്ന് കാണട്ടെ. അവൾ ആരോടാ സംസാരിച്ചെന്ന് ചോദിച്ചറിയാം. അതറിയാനൊന്നുമില്ല. അച്ഛനോട് തന്നെയാ സംസാരിച്ചത്. ആ, എന്തായാലും ഞങ്ങൾ അവളെ ഒന്ന് കാണട്ടെ. ബാപ്രേ. അമ്മേ, ദുർഗം എന്തു പറയുന്നു? ദുർഗേച്ചൊരു പാവാ മോനെ. വല്ലാതെ വിഷമിച്ചിരിക്കുക. ചേച്ചിക്കും പ്രസാദേട്ടനോട് പിണക്കൊന്നുമില്ല. ഏട്ടൻ അവരോടൊപ്പം പോയത് ചേച്ചിക്കൊട്ടും താങ്ങാനാവുന്നില്ല. അതാർക്കായാലും സഹിക്കാനാവില്ലല്ലോ. പ്രസ ദുർഗേച്ചിയുടെ വിഷമം മനസ്സിലാക്കി തിരിച്ചു വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. അതിന് പ്രസ തന്നെ വിചാരിക്കണം. പ്രസ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി സംസാരിച്ച് പ്രസയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേനെ. അതിനെ തുളസിയെ വേണ്ട രീതിയിലൊന്ന് ചോദ്യം ചെയ്താൽ മതി. അച്ഛൻ എവിടെ ഉണ്ടെന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കണം. ഇപ്പൊ ഇവിടെ അത് അറിയാവുന്നത് അവൾക്ക് മാത്രമാണ്. ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ. തുളസി, നീയും ആദ്യം തമ്മിൽ വഴക്കിട്ടു അല്ലേ? അവൻ എന്തിനാ എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നേ? ആവശ്യമില്ലാതെ അവൻ എന്നെ എന്തിനാ ചോദ്യം ചെയ്യുന്നേ? ഞാൻ അതിനുള്ള മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. ആക്ച്വലി നീ ആരോടാ ഫോണിൽ സംസാരിച്ചേ? എന്താ നീ മിണ്ടാത്തെ? നിങ്ങളും അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണോ? നീ ആരോട് സംസാരിച്ചെന്ന് പറയ്. ഞാൻ എന്റെ ഒരു കൂട്ടുകാരിയോടാ സംസാരിച്ചേ. അത് ഞാൻ അവനോട് പറഞ്ഞാണല്ലോ. നീ പ്രസയോടല്ലേ സംസാരിച്ചത്? സത്യം പറയടി, ഏട്ടനുമായിട്ടാണോ നീ സംസാരിച്ചത്? അച്ഛന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്ക്, അത് സ്വിച്ച് ഓഫാ. അത് ഞങ്ങൾക്കും അറിയാം. നീ പ്രസയുടെ ഫോണിലല്ല സംസാരിച്ചത്. നീ ലേഖയെ വിളിച്ചു. ആ ഫോണില് പ്രസയോട് സംസാരിച്ചു. അതല്ലേ സത്യം? നീ എന്താ മറുപടി പറയാത്തത്? നിനക്കാ ലേഖയോട് വലിയ പ്രതിബദ്ധതയാണെന്നൊക്കെ എനിക്കറിയാം. അവളോടൊപ്പം ചേർന്ന് നീ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുകയാണോ? ഈ കുടുംബം നശിച്ചു കാണണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പ്രസ എവിടെയുണ്ട്? അത് നീ പറയേ. എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ല അല്ലേ? നീ അങ്ങനെ നടിക്കുന്നതാ. ഏട്ടൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. ഞങ്ങളാരും അത് അറിയാൻ പാടില്ല. ഞങ്ങളെ അറിയിക്കരുതെന്ന് ഏട്ടൻ നിനക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നീ ഞങ്ങളെ അറിയിക്കാത്തെ? അല്ല, അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം? ദുർഗേച്ചിയും പ്രസാദേട്ടനും ഇങ്ങനെ പിണങ്ങി പിരിയണമെന്നാണോ? നിന്റെ അച്ഛനും അമ്മയാണ് ഇങ്ങനെ പിണങ്ങി കഴിയുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. അവരെ തമ്മിലെ കൂട്ടി യോജിപ്പിക്കാനാ നീ ശ്രമിക്കേണ്ടത്. അല്ലാതെ ലേഖയുടെ പക്ഷം ചേർന്ന് ദുർഗേച്ചിയെ കണ്ണീര് കുടിപ്പിക്കരുത് നീ. നിനക്ക് വലുതാ ലേഖയാണോ അതോ ദുർഗേച്ചിയാണോ? എനിക്ക് ലേഖ എന്റെ ഇഷ്ടമാണ്. അവരെ ഒരിക്കലും എനിക്ക് തള്ളി പറയാനോ ആവില്ല. എല്ലാവരും എന്റെ മരണം ആഗ്രഹിച്ചപ്പോ, ഞാൻ ആശുപത്രിയിൽ എത്താതിരിക്കാൻ എല്ലാ വഴികളും മുടക്കിയപ്പോ, എന്റെ ജീവൻ രക്ഷിച്ചതും അമ്മയെ പോലെ എന്നെ കെയർ ചെയ്തതും ആ ലേഖ ആന്റിയാ.
ഇപ്പൊ എനിക്ക് അമ്മ തന്നെയാ സ്ത്രീ. അങ്ങനെയുള്ള അവരെ എനിക്ക് എങ്ങനെ തള്ളിപ്പറയാനാവും അമ്മേ? എനിക്ക് ജന്മം നൽകിയ അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും വാത്സല്യമാ അവരെനിക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ പ്രസവിച്ച അമ്മയേക്കാൾ എനിക്ക് സ്നേഹവും ബഹുമാനവും ലേഖാന്റിയോടാ. അപ്പോ നിന്റെ അച്ഛനും ആ ലേഖയും കൂടി ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ലേഖാന്റിയെ അമ്മയെ പോലെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി അച്ഛനും ലേഖാന്റിയും ഒരുമിച്ചുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ അച്ഛനോട് തന്നെയാ സംസാരിച്ചത്. അത് അവർക്ക് ഒത്തേശ ചെയ്യാനൊന്നുമല്ല. ദുർഗാമ്മയുടെ സങ്കടമാ ഞാൻ അച്ഛനോട് പറഞ്ഞത്. ഞാനും അച്ഛനും തമ്മിൽ സംസാരിച്ചത് ആരെയും അറിയിക്കരുതെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പറയില്ല എന്ന് ഞാനും വാക്കു കൊടുത്തു. അതുകൊണ്ടാ ആദ്യം ചോദിച്ചപ്പോ അച്ഛനാണെന്ന് ഞാൻ പറയാതിരുന്നത്. നിന്നോട് എന്തു പറഞ്ഞു? ദുർഗാമ്മയ്ക്ക് സങ്കടമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ അച്ഛൻ തയ്യാറായില്ല. ദുർഗാമ്മ അഭിനയിക്കാന്ന് അച്ഛൻ പറയുന്നത്. അല്ല മോളെ, ദുർഗേച്ചിക്ക് ശരിക്ക് സങ്കടമുണ്ട്. ചേച്ചി അഭിനയിക്കുന്നതൊന്നും അല്ല. അതെനിക്കും അറിയാം. പക്ഷെ അച്ഛനെ അതെങ്ങനെയാ വിശ്വസിപ്പിക്കുക? പ്രസ എവിടെയാ ഉള്ളത്? അത് അച്ഛൻ പറഞ്ഞില്ല. ദുർഗേച്ചി, ഞങ്ങൾ ഇറങ്ങാം.